22 hours 22 years ഉണ്ടെങ്കിൽ ഇവന്മാരെ പിടിക്കാൻ പറ്റത്തില്ല. ഒന്നിങ്ങോട്ട് വാടോ. ഇയാളോട് തന്നെ ആരാടോ? അയാളൊന്ന് വിളിക്കണോ? ഞാൻ അവിടെ പോയി ചെക്ക്. താനും കൂടെ ആവശ്യത്തേക്ക് പോ. താൻ എന്താണ് നോക്കിക്കുന്നത്? പോയി ചെക്ക് ചെയ്യണോ? നിർത്തണോ? ബുക്ക് പേപ്പർ എടുക്ക്. ബുക്ക് പേപ്പർ ഈ മയക്കുമരുന്ന് ലോബി, അധോലോക നായകന്മാരും കള്ളന്മാരും കൊലപാതകരും ഒക്കെ നമ്മുടെ സർക്കിളിൽ കിടന്നാണല്ലോ കളിക്കുന്നത്. നോക്കിയിട്ട് ഒരുത്തനെയും കാണുന്നുമില്ല. ഇവന്മാരെല്ലാം എവിടെ പോയി കിടക്കുന്നു? സാറേ, നമുക്ക് രാത്രി മഫ്റ്റിയിലൊന്ന് കറങ്ങിയാലോ? വെട്ടിത്തരം. എന്നിട്ട് വേണം അവന്മാരുടെ ഇരുട്ടടി കൊണ്ട് ചാകാൻ. എന്നാ വേണ്ട. ആ വരുന്ന കാറിന്റെ വരവത്ര ശരിയല്ലല്ലോ. ശരി, ആ കാർ അങ്ങനെയല്ല വരേണ്ടത്. ബ്രേക്കില്ലാത്ത വണ്ടി മനുഷ്യനെ കൊല്ലാൻ. ഇറങ്ങിയോടോ. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇങ്ങോട്ട് മാറിക്കോടോ. ഇങ്ങോട്ട് മാറിക്കാൻ. മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ആരാടാ നിങ്ങൾ? ആരാടാ ഇവള്? ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞവരാണ് സാർ. ഷൂട്ടിംഗ് കാണാൻ പോയിട്ട് വരികയാണ് സാർ. അല്ല സാർ, ഷൂട്ടിംഗ് എവിടെ? സീരിയൽ അഭിനയിക്കുന്ന കുട്ടിയാണ് സാർ. ആര്? ഈ നിൽക്കുന്ന കുട്ടി. സീരിയൽ നടിയാണല്ലേ? അതാണ് ഞാൻ എവിടെയോ കണ്ട പോലെ. സ്ത്രീജന്മം, കലകൾ, സാന്ദ്രമൗനം. സീരിയലിൽ കാണും പോലെ തന്നെ. അയ്യോ, അതെനിക്ക് മനസ്സിലായില്ല. ഈ സ്ത്രീയുടെ സന്താനം എത്ര എപ്പിസോഡ് വരെ പോകും? അതെനിക്കറിയില്ല. അതിപ്പോ ഒരു 3300 ആയിട്ടുള്ളൂ. ആ സ്ത്രീ ജന്മത്തിന് അതിലെ മായമ്മയുടെ ട്രാജഡി കണ്ട് കരഞ്ഞു കരഞ്ഞ് ഞാനിപ്പോ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാറായി. വിഷമിച്ചു പോകും. കഷ്ടം. അല്ല മേഡം, അവസാനം മായമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? മായമ്മ കാശം പഠിച്ചു ഉണ്ടായിരുന്നോ? അതെ മേഡം, ഞാൻ നന്നായിട്ട് അഭിനയിക്കും. കണ്ണോ, ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോയിൽ നല്ല ഫിഗറാ. എന്റെ ഫോട്ടോയും ഫോൺ നമ്പറും ഞാൻ വീട്ടിൽ എത്തിക്കാം. ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് റെക്കമെൻഡ് ചെയ്യോ? എന്നാ പോയിക്കോളൂ. ഒരു മിനിറ്റ്, ഒരു ഓട്ടോഗ്രാഫ്. ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നെങ്കിൽ ഫോട്ടോ എടുക്കുക. ഫോട്ടോഗ്രാഫി ഇല്ലാണ്ടായി പോയി. സൂക്ഷിച്ചു പോണം കേട്ടോ. ടാറ്റാ. വിത്ത് ലവ്, സുമം. സാറേ, നമ്മൾ ചെക്കിങ് ചെക്കിങ്. Come on, search. നമ്മളിവിടെ നിർത്തിട്ട് കുറെ നേരം. നമുക്കെന്നാ സമ്മാനമൊക്കെ തരാമെന്ന് പറഞ്ഞാണല്ലോ പോയേക്കുന്നത്. എന്തായിരിക്കും നിനക്കൊക്കെ വട്ടടാ. ചാക്കോബായങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. എടാ, അവളെ ആളെ കുട്ടി തല്ലിക്കാനായിരിക്കും. ഇതാ ശരി. അവള് വന്നടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവളെ ആളെ കൂട്ടാൻ പോയെന്ന്. അവള് ഗുണ്ടയാടാ. കാത്തുനിന്ന് മുഷിഞ്ഞോ? പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതാ എന്റെ കൂട്ടുകാരി റസിയ. ഹലോ. എവിടെ സമ്മാനമൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്? എല്ലാവർക്കും ഉണ്ട്. നാളെ കാണുമ്പോ ഇതൊക്കെ ഇട്ടോണ്ട് കുട്ടപ്പന്മാരായിട്ട്. ഇതാ ഇന്ന് ഞാൻ വരട്ടെ. ഞാൻ അപ്പഴാ പറഞ്ഞില്ല പെണ്ണ് നല്ല പെണ്ണാണ്. എന്ത്? ഞാനങ്ങനെ പറയും. ഇല്ലാതെ അഴിച്ചു നോക്കുമ്പോ സൂക്ഷിക്കണം, വല്ല ബോംബൊക്കെ വല്ല ആയിരിക്കും. പോടാ അവിടുന്ന്. ഇത് നമുക്കുള്ള പുതിയ കുപ്പായങ്ങളാ. എന്ത് നല്ല പെണ്ണ്, അവളെ എങ്ങനെ കൊല്ലൂടാ? ചാക്കോബായൊക്കെ അറിഞ്ഞോണ്ടേ. നീ പോടാ, ചാക്കോബായൊന്നും അറിയില്ല. എന്റെ അമ്മോ, ദൈവം തന്ന പെണ്ണ. ഇവളെ വെച്ച് നമുക്കൊരു വിലസണം. വാടാ. ഇപ്പൊ നമ്മളെ കേട്ട ആരും നോക്കൂ അല്ലടാ. അവർക്ക് സംഭവമൊക്കെ കൊള്ളാം. ഇതൊക്കെ ഇട്ടോണ്ട് എങ്ങനെ നടക്കൂന്ന് ആലോചിക്കുമ്പോഴാ. ഞാനിതിട്ടപ്പോ കണ്ടു. എന്ത് ഗ്ലാമറായി സെറ്റപ്പ് ആയത് കേട്ടോ. ഭയങ്കര ഗ്ലാമറാ. വെള്ളക്കുരങ്ങിന് കറുത്ത ഉടുപ്പിടിപ്പിച്ച പോലെ ഉണ്ട്. ഏതാടാ പുതിയ കുപ്പായങ്ങള്? അത് ഞങ്ങളുടെ നന്ദിത തന്നതാ. നന്ദിതയോ? ഞങ്ങളോട് കൊല്ലാൻ പറഞ്ഞ. കൊല്ലൻ. കൊല്ലാനോ? അല്ല, കൊല്ലൻ.
കൊല്ലം പറഞ്ഞ ആ പെട്ടി. കൊല്ലം പറഞ്ഞാ പറ്റിയോ? എന്ത് പെട്ടി എന്ത് പൊട്ടി? അപ്പൊ ഞാൻ തന്ന ഉടുപ്പുകളൊക്കെ ഇവിടെ. അതെന്നെ പട്ടി. ഏ? ഉരുളല്ലേ ഉരുളല്ലേ, എനിക്കറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. നിങ്ങൾ എന്റെ കയ്യിന്ന് പൈസ വാങ്ങിച്ചിട്ട് ധൂർത്തടിക്കാണല്ലേ? സത്യം പറയണം. മേരാ ബെസ്റ്റ് ഫ്രണ്ട് തും ലോഗോं को कौन है? ചാക്കോ ഭായ്, ഞങ്ങളൊരു പുതിയ ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷൻ വലിക്കുക. ഓപ്പറേഷൻ പാലിക്കോ എന്നൊക്കെ ചോദിച്ചത് തെറ്റായി പോയി. അതെ. ഞങ്ങള് ചില ഓപ്പറേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്തു വരുമ്പോ ഹിന്ദിയൊക്കെ പറഞ്ഞ് കുരുട്ട് പാരയായി തീരരുത്. ഞങ്ങള് വാക്ക് പറഞ്ഞ വാക്കാ. അവളെ തട്ടിയിരിക്കും. വാടാ. ദാ, ദാ. ബായ്. ചാക്കോബായി ഒന്ന് പേടിക്കാതിരി. അവന്മാര് പോയാണോ പോട്ടെ. അവന്മാരവളെ തട്ടിയില്ലെങ്കിലും ഇന്ന് രാത്രി 12 മണിയാവുമ്പേ ഞാൻ അവളെ തട്ടിയിരിക്കും. ഹമാരാ നന്ദിതാക്കെ 12 മണിക്ക് കർണേ വാലേ ജാതാ ഹോതാ ഹൈ. ഓക്കേ? ശ്ശേടാ, ഇവന്മാരെന്ത് പഠിച്ചോ? സൂക്ഷിക്കണമല്ലോ. ആ കള്ള നായിന്റെ മോനെ കൊട്ടേഷൻ ഏൽപ്പിച്ചപ്പോഴേ ഞാൻ കരുതിയതാ. പന്നിയണ്ണനോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ, നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്തിരുന്നെങ്കിൽ അവളെ തട്ടാർന്നു. എന്തിനു പറയണം, ആ നായിന്റെ മോന്റെ ഓർഡർ അല്ലേ നാസർ ഭായ്. പുല്ലാണ് എനിക്കവൻ, പുല്ല്. പന്നിയണ്ണ അതൊക്കെ പറയും, പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോ ഒന്നുമില്ല. ചാക്കോ ഭായ് എന്തിനു പറയുന്നു, ആ കുമ്പള ശശിനെ പറഞ്ഞാൽ മതിയല്ലോ. ഹലോ, കാനായി ചാക്കോ ബോൾത്താ. ചാക്കോ, എനിക്ക് പന്നിക്കണ്ണന്റെ സ്വഭാവം അറിയില്ല. എന്റെ പൊന്ന് പന്നിക്കണ്ട, ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത്. തട്ടുമെന്ന് പറഞ്ഞാൽ ഈ ചാക്കോ തട്ടും. നീ ഞൊട്ടും. കുറെ നാളായി നീ ഇത് പറയാൻ തുടങ്ങിട്ട്. രൂപ 10,000 എണ്ണി തന്നത്, എന്നിട്ട് നീ ഉരുണ്ട് കളിക്കാ. അയ്യോ, അങ്ങനെ ഉരുണ്ട് കളിക്കൊന്നുമല്ല. ഞാൻ ചില പ്ലാനിങ് പ്ലാനിങ് കേൾക്കണ്ട. വിത്തിൻ ഡേയ്സ് എനിക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശവമാക്കും. പന്നിന്റെ മോനെ. ഹലോ ഹലോ ഹലോ, കട്ടായി. ശേ, നീ ഇപ്പൊ എന്ത് ചെയ്യും? എന്റെ കാശ് മുഴുവൻ കൊണ്ട് തിന്നേച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ പന്നികള്. എഴുന്നേക്കാൻ. കുച്ചു കുച്ചു ഹോത്താ ഹൈ, ഖതം ഹോ ഗയാ. തോക്കില്ലാത്ത ഭാഗ്യം. എന്താ ജാക്കോബായി? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്താ കാര്യം? എന്താന്നോ, എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. എന്താന്ന് പറ. നിങ്ങൾ അവളുമായി പ്രേമമാണല്ലേ? എന്താ ചാക്കോ ഭായ് പറയുന്നത്? പ്രേമ ഞങ്ങക്ക അവളോടാ? അയ്യേ കഷ്ടം. കുഷ്ടം. ആ പന്നിക്കണ്ട സൗകര്യം തരുന്നില്ല എനിക്ക്, അറിയോ? എന്റെ ഈശോയെ, യുവമാര് കാരണം എന്റെ ഗതി അതോ ഗതി ആകുമോ? ചാക്കോബായി അവിടെ പോയി കിടന്നു. ഞങ്ങൾ ഒന്ന് ഉറങ്ങട്ടെ. നാളെ എന്തായാലും അവളെ ഞങ്ങൾ കൊന്നിരിക്കും. അതെ, നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവളെ കൊന്നിരിക്കും. ആ, ഒരേ ഒരു ദിവസം കൂടി ഞാൻ അവധി തരാം. ഓ, നാളെ എന്നാ പള്ളി പെരുന്നാളാണോ? വൃത്തികെട്ടവനെ, നാളെ അവളെ തട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ പൊടി പോലും കാണും. അതെന്താ, എവിടെ പോവാ ചാക്കോബായി? ഞാൻ മുങ്ങും. ഫടാഫട്ട് മുംബൈ. ആ ബടാബർ. എന്റെ അമ്മച്ചോ, എന്താടാ ചാക്കോബായി നമ്മളെ ഇട്ടിട്ട് ബോംബെക്ക് പോവാടാ? ഏയ്, അങ്ങനെ പോവോ? പുള്ളി ചിലപ്പോ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കൂടാ. ആ, എന്തായാലും നീ കിടന്ന് ഉറങ്ങ്. നാളെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഈശോയെ. ഓ, എത്ര സമയാടാ, ഇതുവരെ അവളെ കാണുന്നില്ലല്ലോ. എന്നാലും എന്നോടുള്ള ഇഷ്ടം വെച്ച് അവള് വരാതിരിക്കില്ല. ഏയ്, നിന്നോടുള്ള ഇഷ്ടമല്ല, എന്നോടുള്ള ഇഷ്ടം ഒന്നും വെച്ച്. മിണ്ടായിരുന്നടാ പാന്നു. ഉടുപ്പിൽ തട്ട് മേടിച്ച് തന്നപ്പോഴേ കരുതിയത് അവൾ ഉടായി പാന്നു. അവള് ഗുണ്ടാടാ, ഗുണ്ടാ. ദേ, എന്റെ പെണ്ണിനെ പറ്റി അനാവശ്യം പറഞ്ഞു കേട്ടോ. അങ്ങനല്ലടാ, എന്റെ പെണ്ണിനെ കുറിച്ച്. അവള് വരുന്നുണ്ടാ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചാക്കോബായിനെ നമ്മൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ ചാക്കോബായി നമ്മളെ 3 പേരെ ചതയ്ക്കും. അറിയാൻ മനസ്സിലായോ? നീ കുളമാക്കലേടാ ഹംസേ. അവളിങ്ങ് വരട്ടെ, എനിക്കാണെങ്കിൽ വിശന്നിട്ടും പാടില്ല. അവനാരാടാ? അവള് കൈവിട്ടു പോയെന്നാ തോന്നുന്നു. എടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടാ. അല്ല, ഞാൻ പറയുന്നതൊക്കെ വിശ്വാസമല്ലല്ലോ. കാണടാ. എന്നാലും അത് ആരായിരിക്കും?
ഇത് അവള് കയറി പോകുന്നടാ. ഹംസ ചന്ദ്രപ്പേട തടയടാ. പണ്ടാറോടൊക്കെ നിന്റെ കരുനാക്കടുത്ത് വളച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ. ഒറ്റ വീക്ക് വെച്ചെന്നാണ്ടല്ലോ പണ്ടോ എങ്ങനെയാണോ ഞാൻ ഞാണുന്നത്. ഒന്ന് പോടാ പാനം. എന്നാലും അവള് നമ്മളെ പറ്റിച്ച് പൊയ്ക്കളന്നല്ലോടാ. ആരായിരിക്കൂടാ കാറില്? അവളുടെ കാമവും വല്ലതും ആയിരിക്കൂടാ. ഏയ് അവൻ കാമോനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവൾ എന്നെ കയറി പ്രേമിക്കില്ലല്ലോ. നിന്നെ പ്രേമിക്കുന്നതോ? അവളോ? അതൊക്കെ പള്ളി ചെന്നോണ്ടാ മതി. എന്നെ പ്രേമിക്കുന്നത് അവൾ എത്ര ആഴ്ച എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്ക് അറിയാമോ? അവൾ അങ്ങനെ പറഞ്ഞു. എപ്പോ? നിർത്തിക്കണം. കമീനക്ക് ബന്ധം. അവളെ കൈ കിട്ടിട്ട് കൊല്ലാതെ വിട്ടിട്ട് നിന്നേക്ക് ഉണ്ടല്ലോ. എന്തുവാടാ കാര്യമില്ല ഹംസേ. അവളെ നമ്മൾ കൊല്ലും. അവളെ നമ്മളെ കിട്ടും. നീ കരഞ്ഞോടാ. അങ്ങനെയെങ്കിലും നിന്റെ വിഷമം തീരുമല്ലോ. ആ പെണ്ണിനെ കൊല്ലാതെ ചാക്കോമായി നമ്മളെ ബോംബേക്ക് കൊണ്ടുപോകണ. നീ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. ഓടാ നീ പോയി ചായടാ. നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം. കൊല്ലും. ചാകും 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 ചാകണം. നിന്റെ നീ എന്ത് ഉടുപ്പ് എടാ, ഗുരുവില്ല. ഇതിനൊക്കെ ഒരു പെണ്ണ് നിന്നൊക്കെ കാണിച്ചു തരാൻ അവള് വരും. എന്നൊരു ഒറ്റ തൊട്ടു ഇഷ്ടല്ലേ? ഹലോ 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 എഴുന്നേറ്റ്. എന്താ എനിക്ക് വീട്ടിൽ പോണ്ടത്. എന്താ എന്താ എനിക്ക് ഒന്ന് വന്നേ. എന്തോ നമ്മള് ബാറിൽ നിന്ന് ഇറക്കി വിട്ട തീരെ ശരിയായില്ലടാ. ശരിയല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളോട് രണ്ടു വാക്കൂടെ വീട്ടിൽ പോയാൽ മതി. തീർച്ചയായിട്ടും ചോദിച്ചിട്ട് അതിനു മുമ്പ് വേറൊരു കാര്യം. ചന്ദ്രപ്പ പറഞ്ഞ പിന്നെ ഞാൻ പോവില്ല. നമ്മുടെ ഹംസ എവിടെടാ? ഹംസ എന്റെ ഈശോയെ, നമ്മുടെ ഹംസ എവിടെ പോയടാ? അവനെ നീ കാത്തി രക്ഷിച്ചേക്കണേ. എനിക്ക് നടക്കാൻ വയ്യ. ഇവിടെ പണ്ടാറ കുത്തിയിരിക്കാം. എന്താടാ? അവളെ കൊല്ലരുതടാ. ആരെ? അവളെ കൊല്ലരുത്. അവളെ കൊല്ലരുതടാ. എന്റെ ജീവനാണ് അവളെ. എന്റെ ജീവനാണ്. നിനക്കറിയില്ല അവളെ. ജീവനാണെങ്കിൽ എന്റെ കരളാടാ, കരൾ. നീ അധികം സ്നേഹിക്കണോ അവളെ? എന്റെ ജീവനാണ് അവൾ. നമ്മളെവിടെയാണ്? നേരം വെളുത്തോടാ. ഏയ് നേരം വിളിച്ച കോഴി പോവില്ലേ? നമ്മുടെ ഹംസ എവിടാടാ? ഹംസ എവിടെ? ഹംസ എവിടെ പോയി? നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോടാ. അവൻ എന്തു കൊതുകാടാ ഇവിടെ മുഴുവനും. കൊതു അടിച്ച് പണ്ടാറ തുടങ്ങിയിരിക്കാ ദേഹം മുഴുവനും. കൊതു എന്നെ കുത്തത്തില്ല. വെള്ളം അടിച്ച് പൂസായിരിക്കും. നിന്നെ എന്ത് കുത്തിയാലും അറിയത്തില്ല. വാ പോവാം. കൊതു പൂസാവും. ഹംസ ഇല്ലാതെ എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകും? വീട് പറഞ്ഞല്ലേടാ. നേരത്തെ ഇങ്ങനത്തെ കുഴിയെ കണ്ടിട്ടില്ലടാ. അതെന്റെ കുഴപ്പമല്ലല്ലോ. ചന്ദ്രപ്പാടാ. ഓ അങ്ങോട്ട് നോക്കടാ. അങ്ങോട്ട് നോക്കി നോക്കടാ.
ഈ സ്ഥലങ്ങളിലെ കൊലയൊക്കെ നടക്കുന്നത് ചാക്കോബായി പറഞ്ഞു നിനക്ക് ഓർമ്മയില്ലേ? മിണ്ടല്ലേ മിണ്ടല്ലേ, ആരെയോ കൊന്ന് കായലിൽ താത്താനുള്ള പരിപാടിയാണ്. ആണോ? ആ, ആ. കൊന്നവന്മാരല്ലേ പോയത്? വാ, നമുക്കൊന്ന് പോയി നോക്കാം. വേണ്ടടാ, നമുക്ക് തിരിച്ചു പോകണം. നിന്നോടല്ലേ ഞാൻ വരാൻ പറഞ്ഞത്? ഇങ്ങോട്ട് വന്നേ. എടേ, നമ്മുടെ റസിയല്ലേ? റസീന കുസീന, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏതോ ദുഷ്ടന്മാർ ഇവിടെ ഇവിടെ കൊന്നിട്ടിരിക്കുക. എനിക്ക് പേടിയാണ്. വാ പോവാം. നീ വരുന്നില്ല, പറഞ്ഞ ഞാൻ പോവാ. എടാ, ഞാൻ പറയുന്നത് കേക്ക്. എന്താ? നന്ദിതയെ കൊല്ലാനാണെന്ന് പറഞ്ഞ് ചാക്കോബായിൽ നിന്ന് പൈസ മാറ്റി നമ്മൾ കറങ്ങി നിനക്ക് ഓർമ്മയുണ്ട്? എടാ, ഇത് നന്ദിതയാണെന്ന് പറഞ്ഞ് നമുക്ക് ചാക്കോബായിക്ക് കൊണ്ടു കൊടുക്കാം. ഇതോടെ ചാക്കോബായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. അത് കൊള്ളാം. ദൈവമായി. എടാ ഇവിടെ ഞാൻ പറയാം അവിടെ ആ തുറക്ക്, തുറക്ക്. ഇത് വലിക്കും. എടാ വരുന്നേ നല്ല തീറ്റ നിന്നിട്ടുള്ള ചാവുന്നതിന് മുമ്പ് ചാക്കോബായി ഉറക്കമായിരിക്കുമോ? ചാക്കോബായി, ചാക്കോബായി, സൂക്ഷിച്ചു പിടിയാ മുട്ടാതെ. ചാക്കോബായി, 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 ആരാ? ചാക്കോബായി, ഞങ്ങളാ ചാക്കോബായി. ദേ, ഞങ്ങൾ അവളെ തട്ടി. തട്ടി. പക്ഷെ ഞങ്ങൾ അവിടെ തുണ്ടം ആക്കിയിട്ടില്ല ബായി. നട്ടപ്പാതിരക്ക് ആരെ തട്ടിയ കാര്യമാണ് ഈ പറയുന്നത്? ചാക്കോബായി ഞങ്ങളെ കൊല്ലാൻ ഏൽപ്പിച്ച ഒരു പെണ്ണില്ലേ, ആ പെണ്ണിന്റെ കാര്യമായി പറയുന്നത്. അവളെ നിങ്ങൾ തട്ടിയോ? തട്ടിയോന്നോ? ദേ നോക്ക്. ദേ ഈ ചാക്കിനകത്ത്. അയ്യോ, ചക്കയല്ല, പെണ്ണ്. ചക്ക പോലത്തെ പെണ്ണ്. ഏത് പെണ്ണായാലും തട്ടിയല്ലോ. എനിക്ക് സന്തോഷാടാ മക്കളെ. വൈകിയാണെങ്കിലും നിങ്ങളത് ചെയ്തല്ലോ. നിങ്ങൾ എന്റെ മക്കളടാ. ഇപ്പൊ തന്നെ പന്നിക്കണ്ടനെ വിളിച്ച് വിവരം പറയണം. വാ, പോടാ, ഭട്ട്. ഔ. യെസ്, പന്നിക്കണ്ടൻ. പറഞ്ഞ കാര്യം ഞങ്ങൾ സാധിച്ചു. വേണേ വന്ന് ശവം കൊണ്ടിരിക്കും. ഗുഡ്. പൈസ മുഴുവൻ കൃത്യമായിട്ട് ഇവിടെ എത്തിയിരിക്കണം. ശരി, ഏറ്റു. പറഞ്ഞ പൈസ കൃത്യമായി എത്തിയിരിക്കും. നോക്കി വേണം. നോക്കി നിൽക്കണം. പിടിക്കടാ, വേഗം വാട്ടെ. പിടി, പൊക്ക്. വെക്ക്, നോക്കണേ. സൂക്ഷിക്കണം. നൈറ്റ് പട്രോളിംഗ് ആണ്. ഒരു കാരണവശാലും അവരുടെ മുന്നിൽ പോയി ചാടരുത്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം പന്നിയണ്ണ. കഴിവതും ഹൈവേ ഒഴിവാക്കി ഊടുവഴികളിലൂടെ പോയാ മതി. ഈ പന്നിക്കണ്ടൻ ഒരു കാര്യം ഏറ്റെടുത്ത അത് നടത്തുമെന്ന് പന്നികളൊക്കെ അറിയട്ടെ. നന്ദിത അവരുടെ അമ്മയുടെ അപ്പനാരായിരിക്കും. ഒരനാഥനാണെന്ന് തോന്നുന്നു. കഷ്ടം. ഇന്ത്യയുടെ ഒരവസ്ഥ. വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത പട്ടിണി പാവങ്ങൾ പുതയ്ക്കാൻ ഒരു തുണ്ട് തുണി പോലുമില്ലാതെ തണുത്തു വിറച്ച് തെരുവീഥിയിൽ കിടക്കുന്നു. സമ്പന്നവർഗം ഇവിടെ സുഖിച്ചുല്ലസിക്കുന്നു. പട്ടിണി പാവങ്ങളുടെ ഇന്ത്യ, ദരിദ്ര ലക്ഷങ്ങളുടെ ഇന്ത്യ. കഷ്ടം.
വേട്ടെ വരുന്നതും ആവട്ടെ വേട്ടെ വേവാട്ടെ പിടി ആ പിടി എന്തേത് വേട്ടെ നടക്ക് വീഴരുത് എന്താടാ എന്റെ അതിർത്തിയിൽ അർദ്ധരാത്രിക്കൊരു ചുറ്റിക്കളി? ഞങ്ങള് കല്യാണത്തിന് പോവുകയാണ് സാർ. പാതിരാത്രിക്കാണോടാ കല്യാണം? സാർ നാളെയാണ് കല്യാണം. നാളെ കല്യാണത്തിന് ഇന്നിപ്പോടെ എന്താടാ ഒരു സെറ്റപ്പ്? ആരുടെയാ കല്യാണം? ഇവന്റ് ആണ് സാർ. ഇവൻ ഇതുവരെ കല്യാണം കഴിച്ചില്ലേ? ഇല്ല സാർ. ഞാനും കഴിച്ചിട്ടില്ല. ആട്ടെ, എവിടെ വെച്ചാ കല്യാണം? ആലപ്പുഴ വെച്ച്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് സാർ. ആ. വണ്ടി ഡീസൽ തീർന്നു പോയി. വണ്ടിയോ? ഓ, വണ്ടി വണ്ടി. ആ, എന്താടാ വണ്ടിക്കുള്ളിൽ? വണ്ടിക്കകത്തൊന്നുമില്ല സാർ. വണ്ടിക്കകത്ത് ഒന്നുമില്ല. സ്റ്റിയറിംഗും ക്ലച്ചും ഗിയറും ബ്രേക്കും ഒന്നുമില്ല. സെർച്ച്. मेरा जीवन साथी मेरी कोई बड़ा प्यार नहीं सकता है. വണ്ടിക്കകത്ത് ഒന്നുമില്ല സാർ. ഉറപ്പായിട്ടും ഒന്നുമില്ല. ഇല്ല സാർ. സത്യസന്ധനും ധീരനുമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർക്ക് എല്ലാവരെയും ചിലപ്പോൾ സംശയിക്കേണ്ടി വരും. സോറി, ഐ എം റിയലി സോറി. അല്ല, എത്ര മണിക്കാ മുഹൂർത്തം? വെളുപ്പിന് 5 മണിക്കാണ് സാർ. അത്രയ്ക്ക് രാവിലെയോ? എല്ലാവരും ജീപ്പിൽ കയറൂ. നിങ്ങളെ മുഹൂർത്തത്തിന് മുമ്പ് ഞാൻ അവിടെ കൊണ്ടെത്തിക്കും. ഒരവിവാഹിതനായ എനിക്ക് വിവാഹത്തിന്റെ വില നന്നായിട്ട് അറിയാം. എല്ലാവരും കയറൂ. അല്ല അത് ഒന്നും പറയണ്ട, കയറാൻ. ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. വരൂ വരൂ വരൂ. അതെ, സീറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടാ. ആ, എന്റെ തൊപ്പി എവിടെയാണോ? വണ്ടിക്കകത്തോണ്ട് സാർ. ആ, സംശയിക്കേണ്ട. കുഴൽപ്പണമാകാം, സ്വർണ്ണ ബിസ്ക്കറ്റാകാം. इस देश में ये भी चलते हैं, इस देश में कोची कहते हैं. ചേട്ടാ പെട്ടി നോക്കിക്കോളാം, ഞാൻ പോരാ കേട്ടാ. ചേട്ടാ പറ്റി അല്ല, പാട്ടാ ചാട്ടി. പെട്ടി നോക്കിക്കോളാം, ഇരിക്കും. ചാക്കോബായി കെട്ടി പിറ്റി. പെട്ടി കിട്ടി. ചാക്കോബായി, ചാക്കോബായി എഴുന്നേക്ക്. എന്താടാ കാര്യം പറടാ. ചൂടാവാതെ കേൾക്കുമ്പോ ഞെട്ടരുത്. ഒരു പെട്ടി കുഴൽപ്പണം. പെട്ടിക്കാതാണോ കുഴൽപ്പണം? അത് കുഴലല്ലേ? ചാക്കോബായി അന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് കപ്പലെ കയറ്റാൻ കൊണ്ടുവന്നതാ. ഞാനൊരു നമ്പർ കാട്ടിയപ്പോ അവർ ഇട്ട ചോടി. മോനെ ഹംസേ, സത്യമാണോടാ? സത്യമാണോന്നോ? എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ കോണത്തുകുന്ന് ഭഗവതിയാണ് സത്യം. വാ, നമ്മള് രക്ഷപ്പെട്ടടാ മക്കളെ. നമ്മുടെ സമയം തെളിഞ്ഞടാ. കെട്ടിപ്പിടിക്കണ ഇപ്പഴല്ല, അങ്ങോട്ട് പോ. വാ. ചാക്കോ ഭായി പണം തരില്ല എന്ന് പറഞ്ഞ കഴിവറ മക്കൾ കേൾക്കാൻ പറയാണ്. പണം ചാക്കോ ഭായിക്ക് പുല്ല. ഉസ്മാനെ, ഈ കടം തന്നത് കൂടാതെ അങ്ങോട്ടെന്തെങ്കിലും വേണം ഇപ്പൊ പറഞ്ഞു. ഇനി ഒരു പക്ഷേ നമ്മളമ്മ കണ്ടില്ലെങ്കിലോ? എന്താ ചാക്കോഭായി ഇങ്ങനെയൊക്കെ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? എനിക്ക് രൂപ 25,000 പലിശയും ചേർത്ത് തന്നാ മതി. നമ്മളെ പ്രശ്നമൊക്കെ തീർന്നു. 25,000 രൂപ
ഒരു 50,000 രൂപ ഞാൻ തരും പോരെ അത് മതി. നിനക്ക് എത്രടാ പൗലൂസേ? എനിക്ക് 10,000 രൂപ. ഒരു 20,000 രൂപ കൊടുത്തേ. ഒരു 10 രൂപ ചേർത്ത് കൊടുക്കണം പോയി. വേണോ? പാവല്ലേ? ആ വണ്ടാരടങ്ങ്. എനിക്ക് എത്ര രൂപ തരാനുണ്ട്? 50,000 രൂപ എനിക്ക് ആരും വേണം വെക്കരുത്. എല്ലാരും तेरे लिए वेटिंग है. कभी मैंने हंस के दीपक जलाए, कभी बन का बादल आंसू बहाए. मेरा रास्ता प्यार का रास्ता. അതുകൊണ്ടാ ഇതൊക്കെ തരുന്നത്. ആ, നീ ആർക്കെങ്കിലും കൂടുതൽ വേണം ചോദിച്ചോണം കേട്ടാ. അത് തന്നെ. എന്നാ ഓക്കെ എഴുതി വെച്ചേക്ക് കേട്ടാ. ഞാൻ കൊണ്ടുവന്ന പറ്റിയല്ലേ? हट जा. തുറക്കുന്നില്ല. कमीने कहेगा. ഞാൻ കൊണ്ടുവന്നിട്ട് ये पैसा है, पैसा रुपीस. ये पैसा मजदूरी करके बॉम्बे से ले आया हूँ और उसका आटा खरीद के मेरे लिए खाना ही चाको बनाया और तुम अपने हाथ से मुझे खिलाते हो. खबरदार. ഞാൻ തുറക്കാന്ന്. हट तेरी. കണ്ടോ കണ്ടോ പണം കണ്ടപ്പോ ഗുണം മാറുന്ന കണ്ടോ? ചാക്കോബായി പറഞ്ഞൊക്കെ മനസ്സിലായി. ഇതുപോലെ എത്രയോ പണപ്പെട്ടി ഈ ബോർഡിലൂടെ കേറി ഇറങ്ങി പോയതാ. അന്നൊന്നും കുലുങ്ങിയില്ല. പെട്ടി ആര് വേണേ തുറന്നു. പക്ഷെ ഇതിലിരിക്കുന്ന പകുതി എനിക്ക് വേണം. കുമ്പളം ഏയ്, എപ്പ തുറക്കണം, ആര് തുറക്കണം, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്ന് കാനായി ചാക്കോ തീരുമാനിക്കും. മനസ്സിലായോടാ? ശമ്പളം കുശി. കുമ്പളം ശശി. ഉം? निकल जा उल्लू का फटे. സഹായിക്കണം. അല്ലേ പറഞ്ഞു. ഉയ്യോ. എന്നാ ചാക്കോബായി? പെണ്ണിന്റെ ശവം. പട്ടി കഴിവണ മോനെ. നീ കുടൽപ്പുഴാണെന്നും പറഞ്ഞ് കണ്ട പെണ്ണിനെയൊക്കെ കൊന്ന് പെട്ടിക്കകത്തായി കൊണ്ടുവന്നേക്കല്ലടാ. നിന്നെയൊക്കെ ഞാൻ എവിടുന്ന് കിട്ടിയടാ ഈ ശവത്തിന്? ഇവനൊക്കെ മനഃപൂർവ്വം കുഴിലാക്കാൻ ചെയ്തതാ. എന്റെ ശവം കൂടെ കണ്ടിട്ട് ഇവനൊക്കെ അടങ്ങത്തോളൂ. നീ പാവ കുഴയുമല്ലോ. ചാക്കോബായി ആദ്യം തുറന്നു നോക്കാൻ എന്ത് ധൃതിയായിരുന്നു. എടാ, ഇത് ഞാനിത് എടാ. ആ ഉസ്മാനും കൂട്ടരും വെളിയിൽ നിൽക്കുക. ഞാനിപ്പോ എന്താ ചെയ്യുക? ചാക്കോയോടെ പോയി. ഇനി എന്ത് ചെയ്യും? എല്ലാത്തിനും വഴിയുണ്ട്. പെട്ടുപിടി. പെട്ടുപിടിക്കും.